സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. ബഹുമാനികളെ, സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഈ ദിവസങ്ങൾ വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കാലം വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്നിപ്പോൾ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് കൊത്തുപോകുമ്പോൾ ആറ്റാശ്ശേരിത്തെ മൗലിയിൽ കുഴഞ്ഞു വീണു, അപ്പം തന്നെ മരിച്ചു. അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതന്നെ ആറ്റാശ്ശേരിയില്ലേ, നമ്മളെ ഭാര്യ വീട്ടിൻ്റെ അപ്പുറത്ത് എൻ്റെ തൃക്കടിയിലേ. അപ്പം ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് നമ്മളൊക്കെ എന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. ആ മരിച്ചു പോവുക എന്നുള്ളത് നമുക്കൊക്കെ വേണ്ടി വരും. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മളൊന്ന് ഒരുങ്ങണമല്ലോ. നമ്മൾക്ക് മരണം എന്ന് പറഞ്ഞ ഒന്നിൻ്റെ അവസാനമൊന്നുമല്ല, മരണം പേടിക്കുന്നവരുമല്ല നമ്മൾ. പക്ഷെ മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമുണ്ടാക്കുന്ന കാര്യം. അത് എത്രത്തോളം ഉണ്ടാക്കാൻ കഴിഞ്ഞു, നമ്മൾ അതിന് മാത്രം നമ്മുടെ ആഖിറത്തിലേക്ക് വേണ്ട സാമ്പത്തിക ഭദ്രതയും യാത്രാ ചെലവുകളും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക. ലോകം ആ നിലയിൽ വളരെ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യന്മാർ ചെയ്യുന്ന തോന്നിയാസത്തിൻ്റെ വൃത്തികേടിൻ്റെ ഫലമായി കടലിലും കരയിലും ഒക്കെ ഫിത്തനയാണ്. എല്ലാ ഭാഗത്തും ഒരു ഓർമുസ് കടലിടുക്ക് മാത്രമല്ല, എല്ലാ കടലിലും കരയിലൊക്കെ നാശങ്ങളാണ്. മുമ്പൊന്നുമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ഒരുപാട് പുതിയ പ്രശ്നങ്ങളും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധം ഭൂമിയും കരയും കടലും ആകാശവും ഒക്കെ ചീത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴത് സംഭവിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗൾഫുകാരുടെ കാര്യത്തിൽ വലിയ ആശങ്ക പറയുന്നു. ആ ഗൾഫുകാർക്ക് മാത്രമൊന്നുമല്ല, നമ്മളും വലിയ ആശങ്കയിൽ തന്നെ. എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ തലയിലും വേറൊരു ബോംബ് വന്ന് വീഴൂലാന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. വത്തക്കൂ ഫിത്തനത്തൻ ഖുർആൻ പറഞ്ഞത് സത്യമായി പുലരും. വത്തക്കൂ ഫിത്തനത്തൻ ലാ തുസീബന്നല്ലദീന ദലമൂ മിൻകും ഖാസ്സ. അക്രമികളെ മാത്രം പിടിച്ച് ശിക്ഷിക്കപ്പെടുക, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന വിചാരം വേണ്ട. അള്ളാൻ്റെ അദാബ് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നിച്ചാ വരിക. അതിൽ നല്ലവരും ഉണ്ടാവും കെട്ടവരും ഉണ്ടാവും, ഒക്കെ ഒന്നിച്ചങ്ങോട്ട് ഇല്ലാതായി പോകും. ആ നിലയിലുള്ള നാശങ്ങൾ ലോകത്ത് മാത്രം, ഒരു കവി പറഞ്ഞതുപോലെ, മാത്ര കൊണ്ട് ഭൂവനത്തെയാകെ ചുട് ചാരമാക്കുവതിനൊത്തിടും ബോംബ് തീർത്തു മല പോലെ കൂട്ടി കൊതിമതി ഏറെയുള്ള നരജീവികൾ. ബോംബുണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ അണുബോംബുണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊന്ന ലോകത്തെ ഏക രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് ആ അമേരിക്കയാണ് ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ആരും അണുബോംബ് ഉണ്ടാക്കരുത്, കാരണം ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യമുണ്ട്. ഇതാണ് ഇന്നത്തെ ലോകം. ഏറ്റവും വലിയ അക്രമിൻ്റെ കയ്യിലാണ് അധികാരം. ലോകത്ത് എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഏറ്റവും മേലെ ഇപ്പോൾ ലോകത്തിൻ്റെ വലിയ ആളായിട്ട് കണക്കാക്കപ്പെടുന്ന വലിയ രാഷ്ട്രമായ അമേരിക്കൻ്റെ തലപ്പത്താര, ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തലപ്പത്താര, ഇന്ത്യയിലെ ഏറ്റവും വലിയ തമ്മാടി. പിച്ചിൽ കൊണ്ടുപോയിട്ട് പാത്രം കമത്തി വെച്ചിട്ട് പൈപ്പിട്ടാൽ അടുപ്പിൽ കത്തിക്കാനുള്ള തീ കിട്ടും, ഗ്യാസ് കിട്ടും പറയുന്നൊരു പൊട്ടൻ. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ ഈ പറഞ്ഞത്. ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ് ആ വീഡിയോ. എത്ര പൊട്ടനാണോ ഇന്ത്യ ഭരിക്കുന്നത്. കാരണം നമ്മൾ അത്രത്തോളം പൊട്ടന്മാരായി. യഥാ രാജ തഥാ പ്രജ. രാജാവ് അങ്ങനെയായപ്പോൾ പ്രജ ഇങ്ങനെയായി. നമ്മളൊക്കെ ആ നിലയിൽ അതപ്പതിച്ചു പോയി. ഇനി കേരളത്തിലേക്ക് വന്നാലും കഥ വ്യത്യസ്തമൊന്നുമല്ല. ഇനി അതിൻ്റെ താഴേക്ക് ഓരോ തട്ട് ഇറങ്ങി വന്നാലും ഒക്കെ ഇറങ്ങി വന്നാലും എന്താപ്പോൾ ഓരോന്നും ഒരു പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് ആകാനുള്ള, സെക്രട്ടറി ആകാനുള്ള യോഗ്യത എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ആ നാട്ടിലെ മറ്റുള്ളവരിനോട് തല്ലാനും അടിക്കാനും കൊല്ലാനൊക്കെ മടിയില്ലാത്തൊരു വൃത്തികെട്ടവനാകുക. ഇനി കുറച്ചും കൂടി ഉയർന്നാൽ റിട്ടയർഡായ ഒരു നിരീശ്വരവാദി ആയാൽ പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി ആകാനുള്ള എല്ലാ യോഗ്യതയായി. മിക്കവാറും ഞാനിങ്ങനെ പരിശോധിക്കാറുണ്ട്, പല പള്ളി കമ്മിറ്റിൻ്റെ സെക്രട്ടറിമാരും ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. 10-40 കൊല്ലമായല്ലോ ഈ പള്ളികളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നു. അവർക്കുള്ള നേട്ടം പറഞ്ഞാൽ അവർ മുമ്പ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗത്തിൽ നിന്ന് പിരിഞ്ഞു നോക്കുമ്പോൾ കെട്ടിയോള് വീട്ടിൽ സ്വൈരം കൊടുക്കണില്ല, ഇയാളെ കൊണ്ട് വീട്ടുകാരങ്ങോട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് ഇപ്പം എപ്പോഴും ഒരു ശല്യമാണ് വീട്ടിലിരുന്നാൽ. അപ്പോൾ വീട്ടിൽ ഇയാൾക്ക് പുല്ല് വിലയാണ്. അപ്പോൾ പിന്നെ ഇനി ഒരു വില കിട്ടാൻ എന്താ മാർഗം? അപ്പോഴാണ് ഒരു സോഷ്യൽ നീഡ്സ് വരുന്നത്. ലോകത്ത് വലിയൊരാളായാൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അങ്ങനെന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയാകും വിചാരിച്ചിട്ട് മൂപ്പര് വന്നിട്ട് പള്ളി കമ്മിറ്റിൻ്റെ ആളാകുക, അവിടെ അഭിപ്രായം പറയുക, അവിടെ വന്ന് കുറ്റം പറയുക. അങ്ങനെ എല്ലാവരെയും കുറ്റം പറയുമ്പോൾ അടുത്ത ജനറൽ ബോഡി അയാളെ പിടിച്ച് കമ്മിറ്റിയിലാക്കും.
അല്ലാണ്ട് നല്ലവരെ ആരും കമ്മിറ്റിയിൽ എടുക്കൂലല്ലോ, ഈ അലവലാദികളെ മാത്രമല്ല തിരഞ്ഞെടുക്കുക. അങ്ങനെ എവിടെയും ഇത് മോഡിന്റെയും അല്ലെങ്കിൽ പിണറായിന്റെയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെയും മാത്രമൊന്നുമല്ല. നമ്മളെയൊക്കെ ഭരിക്കണം ഓരോരുത്തരെ നമ്മൾ വിലയിരുത്തിയാൽ ഈ അലവലാദികളാ തലപ്പത്ത്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. മനുഷ്യന്മാർ ചെയ്യുന്ന തോന്നിയാസത്തിന്റെ ഫലമായിട്ട് എല്ലാവരുടെയും പിത്തനയും ഫസാദുമാണ്. പിത്തനയും ഫസാദും ഇല്ലാത്ത ഒരു സമൂഹം, ഒരു കൂട്ടായ്മ പോലും ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്ത വിധം ലോകം അതപ്പതിച്ചു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അള്ളാഹു തആല അവന്റെ പ്രവാചകന്മാരിലൂടെ നൽകിയിരിക്കുന്ന ദിവ്യബോധനം, ശരിയായ ദീനിന്റെ നിയമങ്ങൾ അവർക്ക് നൽകപ്പെട്ടു. പക്ഷെ ഇത്തരക്കാരാണ് അധികാരത്തിൽ വരുന്നത്, ഇവരാണ് ലോകത്ത് നിയമം നടപ്പിലാക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ വലമ്മാന സൂമാതുക്കിറൂബിഹി, അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടതും ബോധനം നൽകപ്പെട്ടതും ഒക്കെ അവർ മറന്നു. അവർക്ക് ദീനിന്റെ നിയമങ്ങളൊന്നും ബാധകല്ല. അവരെന്താണോ തീരുമാനിക്കണത് അതന്നെയാണ് നടപ്പിലാക്കുന്നത്. അവർക്ക് എന്തും ചെയ്യാം, എന്തും തീരുമാനിക്കാം, എന്തും നടപ്പിലാക്കാം എന്ന നിലയിലേക്ക് ഈ ഭരണവും അധികാരമൊക്കെ ഉള്ള ആളുകൾ അതപ്പതിച്ചപ്പോ അള്ളാഹു തആല ചെയ്ത പണി എന്താ അറിയോ? അവരെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയല്ല ചെയ്തത്, ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. അവർക്ക് അള്ളാഹു തആല എല്ലാറ്റിന്റെ വാതിലും തുറന്നു കൊടുത്തു, എല്ലാ സൗകര്യം ഒരുക്കി കൊടുത്തു. അള്ളാഹു തആല ചെയ്തോ, എന്താ വെച്ചാൽ കാട്ടിക്കോ, നീ എന്ത് തോന്നിയാസം പണിയും കാട്ടിച്ചോ, ആരും നിന്നെ ചോദിക്കാൻ വരില്ല. എല്ലാം സാമ്പത്തികമായി അവർക്ക് ആ പുരോഗതി, രാഷ്ട്രീയമായിട്ട് അവർക്കാണ് അധികാരം, എല്ലാ നിലയിലും ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാറ്റിന്റെ വാതിലുകളും അല്ലാഹു തആല ഈ തമ്മാടികൾക്ക് അങ്ങ് തുറന്നു കൊടുത്തപ്പോ നല്ലവരായ മനുഷ്യന്മാർ എന്ത് ചെയ്യും? പിന്നെ അവർ ഒളിഞ്ഞവിടെയും പോയി താമസിക്കും. അവർ പള്ളിയിലും ജുമാഅയ്ക്കും ജമാഅത്തിനും ഒന്നും അവർ പങ്കെടുക്കൊന്നുമില്ല. അവർ വല്ല മുക്കിലോ മൂലയിലോ കാട്ടിലോ പറമ്പിലോ എവിടെയെങ്കിലും ആയിട്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടും. അല്ലേ അവർക്ക് പിന്നെ മാർഗമുള്ളൂ. ഇപ്പൊ എൻ്റെ നാട്ടിലെ വലിയൊരു മൗലിയരുണ്ടായിരുന്നു. വലിയ മൗലിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മൗലിയർ. അയാളുടെ കിതാബൊക്കെ എൻ്റെ കയ്യിലാണ് ഉള്ളത്. ഇന്ന് ലോകത്ത് അച്ചടിയിലില്ലാത്ത ഒരുപാട് കിതാബുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ആ പറഞ്ഞ അഹമ്മദ് ഹസൻ മുസ്ലിയാർ എന്നാണ് അയാളുടെ ഒരാളുടെ പേര്. അയാളെ വിളിക്കണ അമ്മുസ് മുസ്ലിയാർ എന്നാണ് വിളിച്ചിരുന്നത്. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, കിടക്കണ കണ്ടിട്ടുണ്ട്. അയാൾ ആ വാദത്തിൽ കുഴഞ്ഞിട്ട് കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇളകാനും കൂടി കഴിയാതെ കിടക്കണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 5-6 വയസ്സുള്ള കാലത്ത്. അയാളുടെ വാപ്പ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ഇവരൊക്കെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെട്ട മൗലിയന്മാരായിരുന്നു. തോണിപ്പാടത്തുകാരായതുകൊണ്ട് ഞാൻ പൊക്കി പറയില്ല, അവരുടെ കിതാബ് നോക്കിയാൽ മനസ്സിലാവും. ചെറുകര ഉസ്താദ് എനിക്ക് അൽഫി ഓതി തന്നത് ഈ അഹമ്മദ് ഹസൻ മുസ്ലിയാർ ഓതി അൽഫിയെ നോക്കിയിട്ടാണ്. അയാൾ അധിക കാലമൊന്നും അൽഫി ഓതിയിട്ടില്ല, 14 കൊല്ലം അൽഫി ഓതിയിട്ടില്ല. ഞാനാകെ 2 കൊല്ലം കൊണ്ട് തീർത്തു. അയാൾ എത്ര കൊല്ലം ഓതി? തുടങ്ങിയ ഡേറ്റും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, തീർത്ത ഡേറ്റും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഹമ്മദ് ഹസൻ മുസ്ലിയാർ 14 കൊല്ലം കൊണ്ടാണ് അൽഫി അയാൾ ഓതിയത്. മനസ്സിലായോ? അങ്ങനെ ഒരു അൽഫി ഓതി തീരുമ്പോഴേക്കും അയാൾ അറബി ഭാഷയിലുള്ള എല്ലാ കിതാബും അയാൾ നോക്കി തീർക്കും. എല്ലാം അയാൾക്ക് അറിയും. വലിയ മഹാപണ്ഡിതനായിരുന്നു. അങ്ങനെ തോണിപ്പാടത്തെ കാലിയായിരുന്നു ഈ അഹമ്മദ് ഹസൻ മുസ്ലിയാർ. ഞങ്ങളുടെ അവിടെ പള്ളിയിൽ കാലിയായിരുന്നു, വെറും ഖത്തീബൊന്നുമല്ല, അന്ന് കാലിയുണ്ട്. പാപ്പ പറഞ്ഞെന്ന വിവരം ഈ പറയുന്നത്. അപ്പൊ കാലിയായിരുന്നു ഇയാള്. അപ്പോൾ നാട്ടിലെ അധികാരി അഹമ്മദ് കുട്ടി അധികാരി, പേര് പറയുന്നതിന് മടിയൊന്നുമില്ല, മരിച്ചുപോയി, അല്ല പുറത്തു കൊടുക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ തെറ്റ് പറ്റണതല്ലേ. ഈ അഹമ്മദ് കുട്ടി അധികാരി കെട്ടിയോള് പാത്തും മാന 3 തലാഖും ചൊല്ലി. 3 തലാഖും ചൊല്ലിയിട്ട് കാളിയേരുടെ അടുത്ത് വന്നപ്പോൾ കാളിയേര് പറഞ്ഞു 3 തലാഖും പോയി, ഇനി വേറൊരാൾ കെട്ടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട് അയാൾ സ്വമേധയാ തലാഖ് ചൊല്ലി യുദ്ധം കഴിഞ്ഞ ശേഷം എനിക്ക് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ആര്? കാളിയേര്. കാരണം അയാൾ ഓതി പഠിച്ച മൗലിയരാണ്, പഠിച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മൗലിയരാണ്. അപ്പൊ എൻ്റെ ഒരു എളാപ്പുണ്ടായിരുന്നു വീരാൻകുട്ടി മൗലവി, പാലക്കാട് വണ്ണക്കരിയില പിന്നെ താമസിച്ചിരുന്നു, അവിടെ തന്നെ മറികടക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ശൈത്താൻ, അത് ഇബ്നു തീമിയൻ്റെ ആളാണ്. എൻ്റെ എളാപ്പ തന്നെയാണ്. എൻ്റെ വീട്ടിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം മൂപ്പരുടെയാണ്. മൂപ്പര് വിറ്റ് പോയതാ. പിന്നെ എൻ്റെ വീട്ടിന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തുപ്പിയാൽ വീണ ആ സ്ഥലം എളാപ്പാൻ്റെ സ്ഥലമാണ്. വീരാൻകുട്ടി മൗലവി എന്ന് അറിയപ്പെടുക, വണ്ണക്കല ഉണ്ടായിരുന്നത്, വലിയ ജമാഅത്തുകാരനായിരുന്നു. പിന്നെ അപ്പൊ ഇയാള് കാളിയേരിന്റെ 10 വയ്ക്കത്തിൽ 10 കൊടുത്തു. എന്ത് 3 തലാഖ് ചെല്ലിയ 1 തലാഖേ പോവുള്ളൂ, ഇബ്നു തീമിയ 10 ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ പള്ളി കമ്മിറ്റിക്കാരും ഭരണാധികാരികളൊക്കെ ആരുടെ 10 സ്വീകരിച്ചത്? എൻ്റെ എളാപ്പാൻ്റെ 10 സ്വീകരിച്ചത്. കാരണം പണക്കാർ അവർക്ക് പറ്റിയവരുടെ 10 സ്വീകരിക്കുക, വിവരമുള്ളവൻ്റെ 10 അല്ലല്ലോ. ഏതാവട്ടെ, അന്നത്തോടു കൂടെ ഇയാൾ ആ പണി നിർത്തി. ആര്? അഹമ്മദ് ഹസൻ മുസ്ലിയാർ എന്ന ഇത്ര വലിയ പണ്ഡിതൻ. അയാളുടെ കിതാബുകളുടെ അടിയിൽ നിന്ന് കുത്തുബിന്റെ കത്തടക്കം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ശംസുലുലമ കുത്തുബി ഇയാൾക്ക് എഴുതിയ കത്ത് അയാളുടെ കിതാബിന്റെ അടിയിലുണ്ട്. അതിപ്പോ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര വലിയ മൂല്യരായിരിക്കും അയാളെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനത്തെ ഒരു മൂല്യരായിരുന്നു.
പക്ഷേ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ വാഴ വെക്കാൻ തീരുമാനിച്ചു. വാഴ കൃഷിക്ക് ഇറങ്ങിയ അയാൾ, ഇത്ര വലിയ മൂല്യര് പിന്നീട് ജീവിച്ചത് വാഴ വെച്ചിട്ടാണ്. അപ്പൊ കിണർ കുത്തിയിട്ട് ഏത്തം കൂട്ടിയിട്ട്, ഏത്തം അറിയല്ലോ, നിങ്ങൾക്കും അറിയും, പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല. ആ ഏത്തത്തിൽ ഏത്തം കൂട്ടിയിട്ട് വെള്ളം തേങ്ങിയിട്ടാണ് ഇയാൾ വാഴ നനച്ചുണ്ടാക്കിയിരുന്നത് രാമദാസ് മുസ്ലിം. അങ്ങനെ ഏത്തത്തുനിന്ന് അയാൾ വീണു. ആ വീഴ്ചയിൽ അയാൾ ഒരു ഭാഗം തളർന്നു. പിന്നെ അയാൾ നിവർന്നു നിന്നില്ല, പിന്നെ നടന്നിട്ടില്ല. അയാൾ ആ കിടപ്പിൽ അങ്ങനെ മരിച്ചു. അയാളല്ല പുറത്തു കൊടുക്കുമാറാവട്ടെ, പദവി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. പക്ഷെ അയാൾ അങ്ങനെ തളർന്നു. എന്നാ പിന്നെ അധികാരി എന്തായി? പിന്നെ തെണ്ടി ജീവിക്കാൻ വേണ്ടി തെണ്ടേണ്ട ഗതികൾ. അയാൾ കെട്ടിയോളുടെ വീട് അടിപ്പരില്ല, അയാൾ അവിടെ പോയി താമസിച്ചത്. ഒരു മകൻ അത്തിപ്പറ്റി വന്ന് താമസിച്ചിരുന്നു കെട്ടിയോളുടെ വീട്ടിൽ. അങ്ങനെ കെട്ടിയോളും മക്കളും എല്ലാവരും തെണ്ടികളായി പല വഴിക്ക് അങ്ങനെ പിരിഞ്ഞു പോകേണ്ടി വന്നു. എൻ്റെ അളാപ്പയോ അതിലും വലിയ നിന്ദ്യനായിട്ട് അയാളും മരിച്ചത്. അല്ല പുറത്തു കൊടുക്കട്ടെ, എന്തായാലും നമുക്ക് കുടുംബമാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ലോകത്തിന് ഇൽമ വേണ്ട, ലോകത്തിന് സത്യം വേണ്ട, ലോകത്തിന് ഹക്ക് വേണ്ട. അതിൻ്റെ പിന്നാലെയൊന്നും നോക്കാനും അതിൻ്റെ സ്വീകരിക്കാനും ലോകത്താളെ കിട്ടൂല. ആ നിലയിലേക്ക് ലോകം മതപ്പതിച്ചു പോയി. ഇൽമിന് യാതൊരു വിലയില്ല, അല്ലാണ്ട് ദീനിന് യാതൊരു വിലയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുസീബത്ത് പിടിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ജാഗ്രത നമുക്ക് വേണം. നമ്മുടെ ജീവിതം പരിശുദ്ധമാകണം, കളങ്കമില്ലാത്ത ജീവിതമാകണം, തെറ്റുകളില്ലാത്ത ജീവിതമാകണം. ആരെയും പൊരുത്തപ്പെടിക്കാനല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ നമ്മുടെ ജീവിതത്തിന് കഴിയണം. അതാണ് ഇന്നത്തെ ആയത്തിൽ ഓതിയത്. വല്ലദീന കഫറു ലഹും നാറു ജഹന്നമ ലാ യുഖ്ള അലൈഹിം ഫയമൂതു. അവർക്ക് വിധിക്കപ്പെട്ടെങ്കിൽ അവർ ചത്തുപോയേനെ നരകത്തിൽ, പക്ഷെ ചാകൂല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ. അവരുടെ ശിക്ഷയിൽ നിന്ന് അല്പം പോലും ചുരുക്കപ്പെടുകയുമില്ല. നജ്സി കുല്ല കഫൂർ. അവരെ അല്ലാഹു തആല എല്ലാ നന്ദി കെട്ടവർക്കും അതാതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും, അവരനുഭവിക്കുക തന്നെ ചെയ്യും. വഹും യസ്തരിഖൂന ഫീഹാ. അവരാ നരകത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മളോട് പറയാ, നമ്മൾ നോമ്പ് നോറ്റവരാണ്, നമ്മൾ തറാവീഹ് നിസ്കരിച്ചവരാണ്, നമ്മൾ ഒരുപാട് അമൽ ചെയ്തവരാണ്. പക്ഷെ അള്ളാഹു നമ്മളോട് പറയുന്നു, ഈ നരകത്തിൽ കടന്ന് നിലവിളിക്കുന്നൊരവസ്ഥയുണ്ട്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. ഞങ്ങൾ ഇതുവരെ ചെയ്തൊക്കെ അമലൊക്കെ പൊളിഞ്ഞു പോയി, ഞങ്ങൾക്ക് മനസ്സിലായി റബ്ബേ, ഞങ്ങളെ ഒന്ന് പുറത്തേക്കാക്കിക്കൊണ്ടാക്കി ഞങ്ങൾ നല്ല നിലയിലൊക്കെ ചെയ്തോളാം. ഇതുവരെ ചെയ്ത അമലൊക്കെ പൊളിഞ്ഞു, ആ അമലൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആ അമലുകളൊക്കെ പൊളിഞ്ഞ അമലുകളാണ്. കുത്തുബ ശരിയായില്ല, ജുമാ ശരിയായില്ല, ജമാഅത്ത് ശരിയായില്ല, ഞങ്ങളുടെ നോമ്പ് ശരിയായില്ല, ഒക്കെ പൊളിഞ്ഞു പോയി. തമ്പുരാനെ, ഞങ്ങൾ ഇനി അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അമൽ ചെയ്തോളാന്ന് ഇവർ പറയും. നരകത്തിലെത്തുമ്പോൾ നമ്മളൊക്കെ പറയും നഅൂദുബില്ല, അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അല്ലാഹു തആല അവരോട് പറയാ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ചിന്തിക്കാനും അനുഭവിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? 40 വയസ്സ് തന്നില്ലേ? വജാഅകുമുൻ നദീറു, മുന്നറിയിപ്പുകാരനായിട്ട് തല നരച്ചില്ലേ? ഈ നരിക്കാന്ന് പറഞ്ഞത് ചെറുതല്ലല്ലോ. മുടി വെളുക്കാന്ന് പറഞ്ഞ ഒരു തഫ്സീർ അങ്ങനെയാണ്. അല്ല നബി വന്നു എന്നാണ്, അല്ല മുന്നറിയിപ്പുകാരൻ വേറെ ഏതാവായാലും ഒരു പ്രബലമായ തഫ്സീറാണ് നര തന്നില്ലേ. നരച്ചാ ഒന്ന് മനസ്സിലാക്കണം, നമ്മളൊക്കെ മരിക്കാനായിട്ടുണ്ട്, എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. ഇനി അധികകാലം നമുക്കില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. എപ്പോഴാണ് നമ്മൾ വീണ് മരിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. ഏത് സമയത്ത് നമ്മൾ ഒന്ന് കുഴഞ്ഞു വീണു, ഒന്ന് തളർന്നു, അതോടൊക്കെ കഴിഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ചു, ബോധം തെളിഞ്ഞില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മരിച്ചു എന്നാ പറഞ്ഞത്. ഒന്ന് കെട്ടിയോളോട് പൊരുത്തപ്പെടിക്കാൻ, ഒന്ന് അയൽവാസികളോട് പൊരുത്തപ്പെടിക്കാൻ, ഒന്ന് സഹോദരന്മാരോട് പൊരുത്തപ്പെടിക്കാൻ, ചെയ്തു പോയ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് അവസരം കിട്ടൂല. അതിപ്പോൾ തന്നെ ചെയ്യണം. അതിനുള്ള സമയമാണിപ്പോ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ഫദൂഖു ഫമാലിൽ ളാലിമീന മിൻ നസീർ. അല്ലാഹു തആല അവരോട് പറയാ, അനുഭവിച്ചോളി, നിങ്ങൾക്ക് ഒരു സഹായിനി ഇനി കിട്ടൂല, അനുഭവിക്കുക നിങ്ങളെന്ന് അല്ലാഹു തആല പറയും. എത്ര ഗൗരവത്തോടു കൂടെ അല്ലാഹ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതം നല്ലൊരു ജീവിതം. റമദാനിൽ തുടങ്ങിയ നിസ്കാരം മുടക്കാതിരിക്കുക. റമദാനിൽ മാത്രമായിട്ടൊരു നിസ്കാരം അല്ലാഹു റസൂൽ നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. തറാവീഹ് എന്ന് പറഞ്ഞാലും രാത്രി നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്,
വിത്തറുണ്ട്, അതൊക്കെ നമ്മൾ നിക്കരിക്കണം. 5 നേരം നിക്കരിക്കണം. ഇബാദത്തുകൾക്ക് മുടക്കം വരാൻ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ മറ്റ് അമലുകളിൽ എപ്പോഴും അള്ളാഹിനെ പറ്റിയുള്ള ബോധത്തോടു കൂടെ ജീവിക്കണം. എപ്പം മരിച്ചാലും ഇപ്പം മരിച്ചാൽ ഞാൻ മുഅ്മിനായിക്കൊണ്ട് മരിക്കും എന്ന ബോധത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈമാനുള്ള മനുഷ്യൻ്റെ ജീവിതം പറഞ്ഞത്. എൻ്റെ ഒരു വല്യാപ്പാൻ്റെ കഥ വാപ്പ പറഞ്ഞു തരാറുണ്ടായിരുന്നു. എൻ്റെ ഒരു വല്യാപ്പ മക്കളോടും മക്കളോടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് കഫൻ തുണി വാങ്ങിക്കൊണ്ടുവന്നിട്ട് നിലത്ത് വിരിച്ചു വന്നു. കട്ടിലൊന്നും ഇല്ലല്ലോ, നിലത്ത് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് മൂപ്പര് കുളിക്കാൻ പോയി. അങ്ങനെ അയ്യപ്പൻ കുളത്തിൽ പോയിട്ട് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള കുളത്തിൽ പോയി കുളിച്ചു വന്നിട്ട് ആ പായിൽ വന്ന് കിടന്നിട്ട് മരിച്ചു. ഇതിൽ വന്ന് വിരിച്ചിട്ട് വിരിച്ചതിൽ വന്ന് കിടന്ന് മൂപ്പര് മരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എന്തും എതിർക്കണ സ്വഭാവക്കാരനാണല്ലോ. എന്നിട്ട് വാപ്പ നിങ്ങളെങ്ങാനും അയാൾ കുളിച്ചല്ലേ വിചാരിച്ചിട്ട് നിങ്ങളുടെ വാപ്പാര് അയാളെ കുളിപ്പിക്കാതെങ്ങാനും മറയടിക്കോ ചോദിക്കും ഞാൻ വാപ്പാനോട്. ഉണ്ടായിരിക്കണം അവിടെ, അതൊക്കെ എൻ്റെ വല്യാപ്പാർക്ക് അറിയണം. അല്ലെങ്കിൽ മയ്യത്ത് കുളി എന്ന് പറഞ്ഞത് വാപ്പയെ മരിച്ച ശേഷമേ പറ്റുള്ളൂ. അതിന് മുമ്പ് കുളിച്ചാൽ കുളിയാവൂല. അത് മരിച്ച ശേഷം കുളിക്കേണ്ട കുളിയാ. മരിച്ച ശേഷം പിന്നെ ഇപ്പോൾ ഏതായാലും മൂപ്പര് കുളത്തേക്ക് പോകില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വാപ്പാനോട് കളിയാക്കലും തർക്കിക്കലൊക്കെ ഉണ്ടായിരുന്നത്. സത്യം അതാണ്. അങ്ങനെ മരിക്കണം, നമ്മൾ ഒരുങ്ങണം. മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കണം എന്ന ബോധം നമുക്കുണ്ടാവണം. ജീവിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കരുത്. മരിക്കണമെന്ന ബോധത്തോടു കൂടെ ഇപ്പൊ മരിച്ചാലും പടച്ചവൻ എനിക്ക് പൊരുത്തപ്പെട്ടു തരും എന്ന അവസ്ഥയിൽ തൗബയും മറ്റുള്ളവരെ പൊരുത്തപ്പെടിച്ചിട്ടും മറ്റുള്ളവന്റെ ഹക്ക് തിരിച്ചു കൊടുത്തിട്ടും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പോയി പൊരുത്തപ്പെടിച്ചിട്ടും എല്ലാ ഹക്കടപാടുകൾ തീർത്തിട്ട് മരിക്കാനായി ജീവിക്കുക. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണം. അപ്പൊ നമ്മൾക്ക് ഈ ഫിത്നയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അതാ ഖുർആൻ പറഞ്ഞത്, അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ കാര്യം നോക്കുക, ലാ യദുറുക്കും മൻ ലല്ല, പഴച്ചവരാരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല, ഇദഹ്തദൈതും, നിങ്ങൾ നല്ലവരാണെങ്കിൽ. നമ്മൾ നന്നാകുക, മറ്റുള്ളവരൊക്കെ നന്നായിട്ട് നമ്മ നന്നാകാന്ന് പറയുന്ന പരിപാടി പറ്റൂല. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് നമുക്ക് നന്നാവാൻ പറ്റൂല. അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ, അവർ നമ്മളുടെ ഖബറിലേക്ക് വരൂല. നമ്മളുടെ ഖബറിലേക്ക് നമ്മൾ ഒറ്റയ്ക്കാം. ആ ബോധത്തോടു കൂടെ നമ്മൾ നന്നാവുക, എന്നിട്ട് നമ്മുടെ ഭാര്യ മക്കളെ നന്നാക്കുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെയുള്ളൊരവസ്ഥ നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കും.